കുറുപ്പച്ചൻ കോടതിയിൽ നിന്നായിരിക്കും അല്ലേ? ഇന്ന് ആരെങ്കിലും വല്ല അറസ്റ്റാ ജപ്തിയാ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കേസും വ്യവഹാരം ഇല്ലാണ്ട് ശ്വാസം വിടാൻ പറ്റൂലേ? ഇന്ന് ഒരു വിധി ന്യായം ഉണ്ടായിരുന്നു. ഒരു പോയിന്റിലാ പരമേശ്വരയ്യർ അടിച്ചു കളഞ്ഞു. പക്ഷെ കേസ് കേൾക്കണമെങ്കിൽ അയ്യങ്കാർ അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ കയറണം. നിങ്ങള് ബെഞ്ചിലിരുന്ന് മയ്യത്താവുകയുള്ളൂ. പകയ എന്താ മോളെ? എടാ മമ്മൂഞ്ഞ് നീ വല്ല കിണറ്റിലും വീണോ? പാമ്പ് കടിച്ച് താ ഒന്നും മുണ്ടാണ്ടിട കുരിപ്പേ. ആള് പോകാന്ന് പറഞ്ഞിട്ട് കോഴിയാക്കാൻ തുടങ്ങിയ ആര് പറഞ്ഞാ ഞാൻ കോഴി കെട്ടണം? എടാ പട്ടാളത്ത് കോഴി കെട്ടാന്ന് പറഞ്ഞാലേ ആ കേസ് ക്രിമിനൽ അറിയാവോ? പട്ടാളത്തിൽ കോഴിയുണ്ട്. അപ്പൊ നമ്മുടെ കോഴിയൊക്കെ ഹജ്ജിന് പോയാ അതാ നമ്മൾ ചോദിക്കുന്നത്, മനസ്സിലായ? എടാ മമ്മൂഞ്ഞ്, നിന്റെ മാമയുടെ കോഴി എന്നടാ പകതിരില്ല പാതിരായി കിടന്ന് പോകുന്നത്? മാമാടെ സ്വഭാവം അതാണ്. ഇത് കോഴിയല്ലേ? അല്ലേ ഇത് കോഴിയാണോ? അയ്യോ ഇത് കോഴി തന്നെ. എടാ ഞാൻ എന്റെ പോക്കറ്റ് ഞങ്ങളുടെ ഓസിയുടെ കമ്പിയായിരുന്നല്ലോ ഇട്ടിരുന്നത്. അത് നമ്മള് കാണിച്ചു തരാം. എന്ത് പറ്റി കുഞ്ഞിനെ മലയാളി ഇവിടെ ഇത്തവണ ക്ഷമിച്ചോ. പോലീസുകാർ പറഞ്ഞതിന്റെ പേര് നമ്മളെ വിടുകയാണ് കേട്ടോ. അപ്പൊ ഇങ്ങള് ഭരണ വഴിയാ? അതെ. അപ്പൊ പോറ്റി സാറേ, ഞങ്ങളുടെ ക്യാപ്റ്റൻ സാഹിബിനെല്ലാം സുഖം തന്നെയാണോ? ക്യാപ്റ്റൻ സാഹിബ് മതാമയാണ്. പോടാ സൈക്കിളെ. വാ കുഞ്ഞിനെ വാച പഠിക്കാതെ. ഈ അലാഖിന്റെ കൊടി കൂടെ കൊണ്ടുപോടാ. മമ്മൂഞ്ഞ് വാ ഇവിടെ, ഇവിടെ വരെ. എന്താണ്ടാ ഇതൊക്കെ? എന്നെ പട്ടാളത്തിൽ ചേർത്തി തരാന്നും പറഞ്ഞാണ് അയാൾ ഇതൊക്കെ ചെയ്യിച്ചത്. ഞാൻ എന്തായാലും പട്ടാളത്തിൽ പോവുകയാണ്. പോവുകയാണല്ലേ? വേഗം പൊയ്ക്കോ, വെറുതെ വണ്ടി തെറ്റിക്കണ്ട. പൊയ്ക്കോ പൊയ്ക്കോ. കദീശ, ആ തെക്കേ ചായപ്പിൽ എന്റെ ഒരു വെൽറ്റ് കിടപ്പുണ്ട്, അതിങ്ങോട്ട് എടുത്തോ. എന്നിട്ട് നീ എന്നെക്കാൾ മറന്നു മാമ, ഞാൻ പോയിട്ട് വരാം. പാപ്പ വേണ്ട പാപ്പ, സൈക്കിൾ കടയിൽ ഇരിക്കാൻ നമുക്ക് ആള് വേണ്ടേ? അതിനവൻ ഇരിക്കണ്ടേ മോളെ? ഞാൻ ഇരുത്തിക്കാം പാപ്പ. നീ അവനൊക്കെ ബുദ്ധി പറഞ്ഞു. ഇവിടെ വന്നേ, കടയിലിരിക്കും. അച്ചാച്ചാ, അമ്മച്ചി വിളിക്കുന്നു. അമ്മേ, ഞാൻ നാളെ പോയി തങ്കമ്മ ഒന്ന് കണ്ടിട്ട് വരട്ടെ. നീ അങ്ങോട്ടുള്ള വഴി അറിയുമോ മോനെ? ഒരു പള്ളിയുടെ അടുത്തും കൊണ്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സാരമില്ലമ്മേ, ഞാൻ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലായിക്കൊള്ളാം. അവള് പോയിട്ട് 1.5 വർഷമായി. പാവം എങ്ങനെ കഴിയുന്നു എന്തോ. അമ്മേ, ഞാൻ അവളെയും കൂട്ടിക്കൊണ്ടു പോരട്ടെ? അവള് വരുമെങ്കിൽ കൊണ്ടുപോരാ മോനെ. പക്ഷെ അവിടെ ചിറ്റപ്പനോട് വിവരമെല്ലാം പറഞ്ഞിട്ട് വേണം. അപ്പൊ നീ നാളെ നേരത്തെ പോന്നു അതോ? ഞാൻ നാളെ നേരത്തെ പോവാം. അമ്മച്ചി, ചേച്ചിക്ക് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി വെക്കണം. ചേച്ചി ഇങ്ങ് വരട്ടെ, ഞാൻ ചേച്ചിയോട് മിണ്ടില്ല. വേണ്ട വേണ്ട, നമുക്ക് രണ്ടുപേർക്കും മിണ്ടണ്ട. ഓ, അപ്പൊ ചേച്ചി കരഞ്ഞാലോ? കരഞ്ഞാലോ? അയ്യോ വേണ്ട, പാവ നല്ല ചേച്ചി. ഇവിടെ ആരുമില്ലേ? ആരുമില്ലേ? തങ്കമ്മേ, എനിക്ക് മാപ്പ് തരൂ തങ്കമ്മേ. ദൈവത്തോട് അപേക്ഷിക്കും, മാപ്പ് തരാൻ ഞാൻ ആരാണ്? നീയാണ് തങ്കമ്മ എനിക്ക് മാപ്പ് തരേണ്ടത്. നിനക്കതിന് കഴിയും. എന്തിനാണ് ഇപ്പൊ ഇവിടെ വന്നത്? എന്റെ മൃതദേഹം കാണാനാണ്? അതിനാണോ ഇങ്ങ് വന്നത്? എല്ലാം
കെട്ടടങ്ങിയതായിരുന്നു. ഇനിയും എന്റെ ഉള്ളിൽ തീ കൊടുത്തത് എനിക്ക് താങ്ങാനാവില്ല. അത്രമാത്രം ഞാൻ തകർന്നു കഴിഞ്ഞു. കുറ്റബോധത്തോടുകൂടിയാണ് തങ്കമ്മേ ഞാനിവിടെ വന്നിട്ടുള്ളത്. ഞാൻ തെറ്റുകാരനാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ ഹൃദയം നൊന്ത് മാപ്പ് ചോദിക്കുകയാണ്. കഴിഞ്ഞതെല്ലാം മറക്കൂ തങ്കമ്മേ, മറക്കൂ. എങ്ങനെ മറക്കും? കഴിഞ്ഞതൊക്കെ മറക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ എന്തൊക്കെ സഹിച്ചു. വരേണ്ട സമയം കഴിഞ്ഞുപോയി. എല്ലാം അവസാനിച്ചു തങ്കച്ച, എല്ലാം അവസാനിച്ചു കഴിഞ്ഞു. ഇല്ല തങ്കമ്മേ, നമ്മുടെ ബന്ധം അങ്ങനെ അവസാനിക്കുകയില്ല. നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു, ആട്ടിപ്പുറത്താക്കി. നിന്നെ കുറിച്ച് ഓർത്ത് ഞാൻ തീ തിന്നുകയായിരുന്നു. തങ്കമ്മേ, തങ്കമ്മേ, ഞാൻ വന്നത് എന്നെ വേദനിപ്പിച്ചത് പോരെ? ഞാൻ നശിച്ചത് പോരെ? കണ്ടോ, തൃപ്തിയായോ? ഞാൻ ഈ ഗതിയിലായ തങ്കച്ചൻ കാരണമാണ്. ഇനി എന്നെ കാണാൻ ഇവിടെ വരരുത്. തങ്കമ്മേ, നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ വന്നതാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ, എന്റെ കൂടെ പോരൂ. എന്റെ തങ്കമ്മയല്ലേ? അല്ല, ഞാൻ തങ്കച്ചന്റെ തങ്കമ്മയല്ല. ഞാൻ ഇന്ന് വേറെ ഒരുത്തന്റെ ഭാര്യയാണ്. പോകൂ തങ്കച്ച, അവിടുന്ന് പോകും. ഇവിടുന്ന് പൊയ്ക്കൊള്ളാം, ഞാൻ പൊയ്ക്കൊള്ളാം തങ്കമ്മേ. ഇനി ഞാൻ വരില്ല. തങ്കച്ച, ഞാൻ എന്നും തങ്കച്ചന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അമ്മച്ചി, മോളി, ഞാൻ ചോദിച്ചതായി പറയാം. വയ്ക്കോളൂ തങ്കച്ച, വയ്ക്കോളൂ. ആ, പോകാൻ വരട്ടെ. നിക്ക്. താൻ ആരാ? മാവേലിക്കരയിൽ നിന്നും വന്നതാ. എവിടെന്ന് വന്നെന്നല്ല, ആരാന്നാ ചോദിച്ചേ? തങ്കമ്മയുടെ വീട്ടിന്റെ അടുത്ത് ഓ, നിന്ന്. മനസ്സിലായി മനസ്സിലായി. തൊട്ടടുത്ത വീട്. അങ്ങനെ പറഞ്ഞാട്ടെ. തങ്കമ്മയെ കണ്ടിട്ട് ഒത്തിരി നാളായി അല്ലയോ? കാണാൻ വന്നിരിക്കുക. എടീ തങ്കമ്മ പെണ്ണെ, നീ ആരാവർത്തിരിക്കും ആടി? പാതിരായിട്ടും കഞ്ഞൊന്നും ആയില്ല ഇല്ലയോടി? കഞ്ഞിയായി ഇരിക്കണം. കഴിക്കും. നീ വിളമ്പി വെക്കുമ്പോഴൊക്കെ വന്നിരുന്ന് കഴിക്കാൻ ഞാനാരാന്ന്? അല്ലെങ്കിലും നിനക്ക് ആ വിചാരം ഉണ്ടായിട്ട് വേണം. അരി ഇപ്പോഴേ കിട്ടിയുള്ളൂ. ഓ, എന്തോ? അരി ഇപ്പോഴേ കിട്ടിയുള്ളൂ. ആ, പിന്നെ നിന്റെ നേരത്തിനും സമയത്തിനും ഒക്കെ അരി എടുത്തു തരാൻ നിന്റെ തന്തയില്ലേ കട വെച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ ഏകപുത്രൻ കർത്താവ് മാത്രമേ ഉള്ളടി. പാപികളെ രക്ഷിപ്പാൻ മനുഷ്യനായി പാടുപെട്ടു കുരിശിന്മേൽ മരിച്ചു. എടി തങ്കമ്മ പെണ്ണെ, നീ കഞ്ഞി കുടിച്ചോടി? എടി, നീ കഞ്ഞി കുടിച്ചില്ല? എന്താ കഞ്ഞി കുടിക്കും? കഞ്ഞി എടുത്ത് കുടിക്കാനാ പറഞ്ഞ. ഇവിടെ വന്നിരിക്കും. നീ പട്ടിണി കിടന്ന് വല്ലതൊക്കെ വരുത്തി വെക്കും, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പിന്നെ ആർക്കു വേണ്ടി ആടി ഈ കഷ്ടപ്പെടുന്നത്? എനിക്കിന്ന് വേണ്ട, ഞാൻ അല്പം ഓറ. എന്മാരനെ നിർമ്മലനെ
ഇനി വന്ന് കിടക്കാനൊക്കെ അല്ല, എന്നിട്ട് സ്ഥലം വിളിച്ചേ. എടാ ഇത് കൊള്ളാം. നമ്മൾ വിചാരിക്കുന്ന പോലൊക്കെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? എനക്കെ ഇരിക്കും. കുട്ടപ്പന്നാരെ 2 ചായ അടിക്കണം. പോറ്റി നമ്മുടെ നമ്പീശം മരിച്ചവരും അറിഞ്ഞിരിക്കുന്നുണ്ട്. അറിഞ്ഞു. നമ്മുടെ ദേറാൻ പറഞ്ഞു. വലിയ കഷ്ടമായി. ഞങ്ങളുടെ ഒരു ചായ എനിക്ക് കൊടുത്താടോ. കാശില്ലാതെ എനിക്ക് ചായ ഞാൻ തരികയില്ല. കുട്ടപ്പന്നാരെ ഒരു ചായ അയാൾക്കും കൊടുക്കണം. എടാ ഒരു ചായ വിടണം. എടാ എന്റെ കാശുണ്ടായിരുന്നപ്പോ നീയൊക്കെ എത്ര തിന്നതാടാ. ഇതൊക്കെ കണ്ടമാനം നടന്ന് നശിപ്പിച്ചപ്പോഴും ഓർക്കണം. നന്ദി കെട്ടവനെ. ഞാൻ നന്ദി കേട്ടവൻ, അതെല്ലാവരും പറഞ്ഞു. തങ്കച്ച, എനിക്ക് തങ്കച്ചനോട് കാര്യം പറയാനുണ്ട്. തങ്കച്ചൻ പെണ്ണ് കെട്ടിയോ? ഞാൻ പട്ടം കെട്ടി. നിനക്കെന്ത് വേണം? ഇല്ലെങ്കിൽ തങ്കമ്മയെ തന്നെ കെട്ടണം. പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയാം. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളു. തങ്കമ്മ ഒരു മാലാഖയാണ് തങ്കച്ചൻ. ഞാൻ അവളുടെ മുമ്പിൽ തോറ്റുപോയി. നിങ്ങളെ എത്രമാത്രം ദ്രോഹിച്ചു എന്നറിയാമോ ഞാൻ? എനിക്കത് തങ്കച്ചനോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. സാരമില്ല തങ്കച്ച, കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കരുത്. ഈശ്വരൻ വലിയവനാണെന്ന് പറയുന്നത് ഇതാ. തന്തയോട് പിണങ്ങി ഉള്ള ഭാഗം വാങ്ങിച്ചെല്ലാം നശിപ്പിച്ചു. കുത്തുകേസായി, തല്ലുകേസായി, ജയിലുമായിരുന്നു. സ്വാമി ശരണം. എനിക്ക് തങ്കച്ച, നമുക്ക് പോ. ഞാൻ നാളെ പോവുകയാണ്. നാളെ പിന്നെ ബർമ ഫ്രണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കാം. അപ്പൊ ഞാനും നാളെ കൂടെ വരുന്നുണ്ട്. നിന്റെ ലീവ് കഴിഞ്ഞില്ലല്ലോ. ലീവ് കഴിഞ്ഞിട്ടില്ല. എങ്കിൽ നാളെ ഞാനും കൂടെ വരുന്നുണ്ട്. അപ്പൊ നാളെ കാണാം. രാത്രി ഇടവഴി കൂടെ സൂക്ഷിച്ചു പോണേ. കുട്ടപ്പനാരെ ഗ്ലാസ്. കഞ്ഞിവെള്ളം ഇല്ലയോ? കുറച്ചിങ്ങ് എടുത്തേ. അയ്യോ എന്ത് പറ്റി? കുറച്ച് വെള്ളം ഇടാനാ പറഞ്ഞു. ഇതാ അല്ല പോറ്റിയോ? എന്നാ സാർ സുബ്രഹ്മണ്യം, പോറ്റിയൊക്കെ മാറിപ്പോയി. ഈ മീശ കണ്ടിട്ട് ആളറിഞ്ഞില്ലല്ലോ. ഇത്തിരി വർഷം അവളുதான் സാർ മീശ വന്നിരിക്കവരൊക്കെ. നമ്മട്ടെ പോട്ടി പോറ്റിയൊന്നുമില്ല, പോറ്റി തന്നെ സുബ്രഹ്മണ്യം. സാർ ഞാൻ ആളാപ്പാടെ ഒന്ന് മാറിയിട്ടുണ്ടല്ലേ സാർ? ഒരു പക്ക മിലിറ്ററി. തങ്കച്ചനോടെ സാർ ഇപ്പൊ ഇവിടെ എത്തും. പോറ്റി ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് വിവരം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നറിഞ്ഞു ഓടി. തങ്കച്ചൻ പോറ്റിയുടെ കുടവണ്ടിയെല്ലാം അങ്ങ് പറ്റിയല്ലോ. നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇപ്പൊ എത്ര നാളായിരിക്കും? ഒരു 1.5 കൊല്ലമായി കാണില്ല. അല്ല, പോറ്റിയെ കണ്ടപ്പോ തങ്കച്ചന് ഉത്സാഹം വന്നല്ലോ. എവിടെയൊക്കെ പോയിരുന്നു? അയ്യോ, ഇനി കാണാത്ത രാജ്യങ്ങളൊന്നും. അത് പോട്ടെ, ലീവിലൊക്കെ പോകാറുണ്ട്. പോറുണ്ട്. അമ്മയ്ക്കും പെങ്ങൾക്കൊക്കെ സുഖം തന്നെയാണ്. കഴിയുന്നു. നമ്മുടെ ബോറൽ ഗ്രൂപ്പ് ഇപ്പൊ എവിടെയാണ്? അയാൾ ലീവ് പോയിരിക്കെ. പോറ്റിയുടെ മീശയൊക്കെ അങ്ങ് ജോറായി പോയല്ലോ. ഇപ്പൊ പണ്ടത്തെ പോലെ നാണമുണ്ടോ? പെരുവനായിട്ടാണ്. അപ്പടിയാ? പിന്നെ നമ്മുടെ ആ കുഞ്ഞിനാ മരിച്ചോ? അമ്മച്ചി, കുഞ്ഞേതാ? ഞാനാണ് തങ്കച്ചൻ. തങ്കച്ചൻ, എന്റെ മോനെന്തി? എന്റെ മോനെന്തി? നിങ്ങളെല്ലാം കൂടെ അവനെ കൊന്നില്ലയോ? എന്റെ മോനെന്തി? അമ്മച്ചി അങ്ങനെ പറയരുത്. സമാധാനമായിരിക്കൂ. അങ്ങനെയല്ല സംഭവിച്ചത്. ദൈവം. എന്തിനീ തള്ളേ കണ്ണീര് കുടിപ്പിക്കുന്നു? ഞാൻ അവന്റെ വരവും കാത്തിരിക്കുകയായിരുന്നു കുഞ്ഞെ.
ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരാനിരുന്നതാണ്. ഒരുക്കങ്ങൾ ചെയ്തതാണ്. എന്റെ പൊന്നുമോനെ ഒരു കണ്ണ് കാണാൻ കഴിഞ്ഞില്ലല്ലോ. വന്നതെല്ലാം വന്നു.